ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ സമയം എത്രയെന്ന് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്കിപ്പോൾ? ഇപ്പോൾ 4:54 സമയം കേട്ടോ. ഈ നട്ട പുലർച്ചയ്ക്ക് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ നിങ്ങളും ആലോചിക്കുന്നത്? ഞങ്ങളെല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പാലക്കാട് കൊല്ലങ്ങോട് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പാലക്കാട് ഈ മഴ സമയത്ത് കാണാൻ ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണല്ലോ, കൊല്ലങ്ങോട് പ്രത്യേകിച്ച്. അപ്പോൾ എന്നാ പാലക്കാടൊക്കെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഇറങ്ങിയതാ. പോകുന്ന വഴിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെയാണുള്ളത് കേട്ടോ. നിങ്ങൾക്കറിയാലോ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ നെല്ലറയാണല്ലോ പാലക്കാട്. അതുകൊണ്ട് തന്നെ നെൽകൃഷികളാണ് പോകുന്ന വഴിയിൽ അധികവും കാണാനുള്ളത്. അതുപോലെ തന്നെ മാനം മുട്ടി നിൽക്കുന്ന പോലത്തെ മലകളും അതിലേക്ക് ഇങ്ങനെ കോട ഇറങ്ങി നിൽക്കുന്നതൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് വെള്ളച്ചാട്ടങ്ങൾ. ഈ മലമുകളിൽ നിന്നൊക്കെ ഉള്ള വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ഒരു ഒരു വെളുത്ത നൂല് വീണ് കിടക്കുന്ന പോലെ ഇങ്ങനെ കാണാൻ എന്ത് പ്രത്യേക ഭംഗിയാണത്. അങ്ങനെ ഞങ്ങളിത് ആ വഴിയിലൊക്കെ നിന്ന് കുറെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഹായ്, അപ്പോൾ നമ്മൾ പാലക്കാട് എത്തി, കൊല്ലങ്കോട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയാണ്. ഒരുപാട് റീൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതാ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കൊല്ലങ്കോട് എക്സ്പ്ലോർ ചെയ്യാം. ബാ. ഞാൻ സത്യം പറഞ്ഞത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ വരുന്നത് കൊല്ലങ്കോട്. അന്ന് ഞാൻ വന്നത് കഴിഞ്ഞ വർഷം വേനൽ സമയത്തായിരുന്നു, സമ്മറിൽ. അന്നിവിടെ കാല് കുത്താൻ പോലും ഇടം ഉണ്ടായിരുന്നില്ല, അങ്ങനെ തിരക്കായിരുന്നു. പിന്നെ ഞാനിതാ ഇപ്പോൾ വന്നപ്പോൾ ഇന്ന് ഒരു ഞായറാഴ്ചയാണ്, രാവിലെ ആരുമില്ല, സമാധാനമായിട്ട് നമ്മൾ മാത്രം. 50 വർഷമായി. അതെ അല്ലേ? 50 വർഷം. ഇപ്പൊ ആ റീലൊക്കെ വന്നതിന് ശേഷമായിരിക്കും അല്ലേ? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ട് നിന്നതാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ. പുള്ളിയുടെയാണ് ഈ ചായക്കട കേട്ടോ. അതുപോലെ അവിടുത്തെ നാട്ടിലുള്ളവർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. അതുപോലെ തന്നെ പുറത്തൊക്കെ ഇന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും അവിടെ കയറിയിട്ട് നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും നല്ല ചായയൊക്കെ കഴിച്ച് മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇനി ഇതാ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇന്ന് നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്രയും മനോഹരമായിട്ടുള്ള പ്രകൃതിയും കാഴ്ചകളും ഒക്കെ. അത് ആസ്വദിക്കണമെങ്കിൽ ഇപ്പോൾ പാലക്കാട് തന്നെ വരണം, പ്രത്യേകിച്ച് കൊല്ലങ്കോട്. ഇതാണ് പെരിങ്ങോട്ടുശ്ശേരി കളം. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. 8 to എത്ര മണി വരെയാ? 6 വരെയാണ് നമുക്ക് ഇവിടെ കയറാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് എന്തോ ഊണ് കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഇത്ര രാവിലെ വന്നതുകൊണ്ട് തിരക്കൊന്നുമില്ല കേട്ടോ, സമാധാനമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. പാലക്കാടിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ മഴക്കാലത്ത് വരുന്നത് തന്നെയാട്ടോ ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഭംഗിയുള്ള വ്യൂ ഒക്കെ കിട്ടുന്നത്. വേനൽക്കാലത്ത് വന്നാൽ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഈ വെള്ളമൊക്കെ ചാടനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് തന്നെ വരണം. പിന്നെ നമ്മളവിടെ നിൽക്കുന്നതിനിടയ്ക്കായിട്ട് കുഞ്ഞതായിട്ട് ചാറ്റൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റും, അവിടുത്തെ കാറ്റ് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്ത് സുഖമെന്നറിയുക കാറ്റടിക്കുമ്പം. ആ ഒരു മഴയും ഈ കാറ്റും ഈ പ്രകൃതിയും ഒക്കെ ഒരു വല്ലാത്തൊരു ഫീലാണത്. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പം നമ്മളിതാ നെക്സ്റ്റ് ലൊക്കേഷനിൽ എത്തിയതാണ്. ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ടെമ്പിൾ. നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഈ ഒരു ടെമ്പിൾ. അതാണ് നമ്മുടെ ഒടിയൻ, അങ്ങനത്തെ കുറേ സിനിമയിലുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഇനി ഇത് പോയിട്ട് കാണാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആൽമരങ്ങളാണ് ഒരുപാടുള്ളത്. അതിന്റെ വേരുകളാണ്. അപ്പം ഇങ്ങനെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ.
അങ്ങനെ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം എന്നാണ് കേട്ടോ പറയുന്നത് ഇവരിവിടെ. കാരണം ബിൽഡിങ്ങുകളൊന്നുമില്ല, പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ക്ഷേത്രമാണ്. അതൊക്കെ കണ്ടിട്ട് ഇതാ നമ്മൾ വീണ്ടും പാലക്കാടിൻ്റെ മറ്റ് ഭംഗികളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയത്. പക്ഷെ ആ റോഡ് ക്ലോസ്ഡ് ആണ്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്, കുറച്ച് നടക്കാനുണ്ട്. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് അങ്ങനെ അതിനോട് പാരലായിട്ടുള്ള റോഡ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നിന്നും തപ്പി കണ്ടുപിടിച്ച് ആ റൂട്ടിലൂടെ പോയി നോക്കി. പക്ഷെ നമ്മുടെ പ്രതീക്ഷ തെറ്റിയില്ല, വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ അടുത്ത് അവിടെയുള്ള ആളുകൾ പറഞ്ഞു മാംഗോ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു റിസോർട്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെയും നമുക്ക് സ്റ്റേ ഒക്കെ ചെയ്തിട്ട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്നത് ആക്ച്വലി നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തിലാണ് കേട്ടോ. ഫുഡ് ഹിൽസ് ഓഫ് നെല്ലിയാമ്പതിയാണ് ശരിക്കും കൊല്ലങ്കോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ അധികം ദൂരമൊന്നും ഇല്ല നമുക്ക്. ഇന്നിപ്പോൾ ഞങ്ങൾ ഉച്ച ആവണേ ഉള്ളൂ ഇപ്പോൾ. അപ്പം നമുക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട്, ഞങ്ങൾക്ക് തൃശ്ശൂരിലേക്കൊന്ന് പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൽക്കാലം പാലക്കാടിനോടും കൊല്ലങ്കോടിനോടും മനോഹരമായിട്ടുള്ള കാഴ്ചയോടൊക്കെ വിട പറഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അപ്പം നിങ്ങളെല്ലാവരും കൊല്ലങ്കോടൊക്കെ പോകുന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിളായിട്ട് പോയിട്ട് വരിക. അവിടെ വേസ്റ്റ് ഒന്നും ഇട്ടിട്ട് നശിപ്പിക്കരുത്. മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണത്, അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നും. അപ്പം അതാ ഞങ്ങൾ തൃശ്ശൂരെത്തി. തൃശ്ശൂർ ഇതാ വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു 9:30 10 ഒക്കെ ആകുമ്പോഴത്തേന് എറണാകുളത്ത് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. കുറച്ച്